നാട്ടിലെ നാട്ടുകാരെങ്കിലും കൊന്ന് സമാധാനിപ്പിക്കണമെന്ന് പലരും പടച്ചവനെ തീരുമാനിച്ചതുപോലെ വാപ്പയെ കിട്ടിയില്ലല്ലോ. പൊന്നാര മകളെ കൊന്നിട്ടെങ്കിലും സമാധാനിക്കണമെന്ന് കരുതിയിട്ട് വാളുമെടുത്തുകൊണ്ട് പരക്കം പായുകയാണ്. അവസാനം പടച്ചവരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് സഞ്ചരിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിനെ പടച്ചവനെ കൊല്ലുകയാണ്. ഒട്ടകത്തിന്റെ തല വെട്ടി മുറിക്കുകയാണ്. അവസാനം പടച്ചവരെ മരുഭൂമിയിൽ പടച്ചവനെ ശത്രുവിനെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പെൺമക്കളോട് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, ഈ കാണുന്ന വഴിയെ നേരെ പോയാ മദീനയാ. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ ദിശയിലൂടെ പോയാ മദീനത്തിലല്ല, എന്റെ വാപ്പയുടെ ചാരത്തിലല്ല. അതുകൊണ്ട് രണ്ടുപേരും ഓടിക്കോ. തിരിഞ്ഞു നോക്കല്ലേ ഫാത്തിമ, തിരിഞ്ഞു നോക്കല്ലേ ഫാത്തിമ, പേടിക്കണ്ട ഫാത്തിമ, പടച്ചറപ്പ് നമ്മുടെ കൂടെയുണ്ട് ഫാത്തിമ. എന്ന് പറയുന്ന ചെറിയ മകളോട് അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തു, ഇതിലേ പോയാ മദീനത്തിലല്ല, അവിടെ നിന്ന് ഓടാൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പൗരത്വമില്ലെന്ന് കേട്ടപ്പോ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയ പെങ്ങള് എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നീ ഒന്ന് പഠിക്കൂ. ആ ശത്രുക്കൾ തന്റെ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ വെട്ടിക്കൊന്നിട്ട് ഫാത്തിമാനെ കൊല്ലാൻ നോക്കുമ്പോ അവിടെ നിന്ന് സ്വഹാബി പറഞ്ഞു, ഇതിലേ നേരെ പൊക്കൊള്ളാറ്. ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് ഓടുകയാ. ആരാരുമില്ലാത്ത മരുഭൂമിയിലൂടെ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത മരുഭൂമിയിലൂടെ ഓടുകയാ. എത്ര കിലോമീറ്ററാ ഓടിയതെന്നറിയുമോ? എത്ര കിലോമീറ്ററാ ഓടിയതെന്നറിയുമോ? ചരിത്രം പറയുകയാണ്, താൻ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ വെട്ടിമുറിച്ചു, തല വെട്ടിമുറിച്ചു, ഒട്ടകം താഴെ വീണു. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മക്കളെ കൊല്ലാൻ നോക്കിയപ്പോ സ്വഹാബി ശത്രുവിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതിലെ നേരെ പോയ മദീനത്തല്ല, ഓടിക്കൊള്ളാൻ. ഇവിടെ നിന്ന് നേരെ പോയ മദീനത്തെത്തും പൊക്കോളാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കൾ ഓടുകയാ. എത്ര കിലോമീറ്റർ? ചരിത്രം പറയുന്ന 200 കിലോമീറ്ററിൽ പുറത്ത്. ഇവിടെ നിന്ന് 200 കിലോമീറ്റർ എത്ര ദൂരം? മൈസൂർ വരെ പോണ ദൂരം. എങ്ങനെ? ഇവിടെ നിന്ന് മൈസൂർ വരെ പോണ ദൂരം ഒന്ന് സങ്കല്പിക്ക്. വണ്ടിയിലല്ല. നമ്മൾ ഇവിടുന്ന് പോവാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാകും. എന്നാ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ പെൺമക്കൾ ആ 200 കിലോമീറ്ററിൽ പുറത്ത് ഒറ്റയ്ക്ക് മരുഭൂമിയിലൂടെ ഓടുകയാ. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കും, മോളെ നോക്കി നിൽക്കും. മദീന മക്കയിൽ നിന്ന് വരുന്ന വഴിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക, പൊന്നുമോളെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി ക്ഷീണിച്ചു വരുന്നത് മുത്തുനബി കണ്ടു. തന്റെ പൊന്നാര മകള് പേടിച്ച് വിറച്ചുകൊണ്ട് ഓടി വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ തന്റെ പൊന്നാര മകള് വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ട്. തന്റെ പൊന്നാര മകള് വല്ലാത്തൊരവസ്ഥയിൽ ഓടി വരികയാണ്. റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ ഫാത്തിമ ബീവിയുടെ സർവ്വ പ്രയാസവും മാറുകയാണ്. ഫാത്തിമയെ കണ്ടതും അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. തന്റെ പൊന്നാര മകളെ കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാ. പാണ്ടെടുക്കൽ പൊന്നുമോള് വന്നല്ലോ, എന്റെ പൊന്നാര മകൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവിടെ പ്രവാചകനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ മദീനയിൽ സമാധാനമുള്ള ഒരു ജീവിതമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ചെന്നിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് പടച്ചവനെ ബദർ യുദ്ധം കടന്നു വരുന്നത്. പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവസാനം ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്തിന്റെ കൂടെ പ്രവാചകൻ യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാണ്, രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്മാൻ, നീ യുദ്ധത്തിന് വരണ്ട, ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. അവിടെ നിന്ന് പൊന്നാര ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവിടെ നിന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ബദർ യുദ്ധത്തിന് പോയി. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ